Hello learners, welcome to iPlus Training Solutions. എൻ്റെ UGC നെറ്റിൻ്റെ പേപ്പർ 2 ഫിലോസഫിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ആദ്യം തന്നെ അഫർമേറ്റീവ് ആക്ഷൻ റിഫേഴ്സ് ടു ദി എഫേർട്ട് ടു ബ്രിങ്. അഫർമേറ്റീവ് ആക്ഷൻസ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ എ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, ഓപ്ഷൻ ബി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ, ഓപ്ഷൻ സി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മൈനോറിറ്റീസ് ആൻഡ് വിമൻ, ഓപ്ഷൻ ഡി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എൽഡർലി. സോ എന്തിനാണ് അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ എന്താണ് അഫർമേറ്റീവ് ആക്ഷൻ നമുക്ക് നോക്കാം. Affirmative action refers to policies and practices designed to address historical inequalities and discrimination by promoting opportunities for historically marginalized or underrepresented groups such as racial minorities, women, people with disabilities, and others. The goal of affirmative action is to create more equitable opportunities in areas such as education, employment, and government contracting. So, ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അപ്സ്ട്രീം മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ഷൻസിനെയാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ബേസിക്കലി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മാർജിനലൈസ്ഡ് സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആരൊക്കെയാണ് മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ അണ്ടർ റെപ്രസെൻറ്റഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? റേഷ്യൽ മൈനോറിറ്റീസും സ്ത്രീകളും ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരും ഒക്കെയാണ് വരുന്നത്. അപ്പം ഇവിടെ അഫർമേറ്റീവ് ആക്ഷൻ റെഫേഴ്സ് ടു ദി എഫേർട്സ് ടു ബ്രിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണോ? അല്ല. അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ നോട്ട് ഫോർ എവ്രി വൺ. ഫോർ വിമൻ ആണോ? അതെ, വിമനിന് വേണ്ടിയിട്ടാണ്. വിമനും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്നതായതുകൊണ്ട് ഇറ്റ് അപ്ലൈസ് ഹിയർ. ഓപ്ഷൻ സിയിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മൈനോറിറ്റീസ് ആൻഡ് വിമൻ, സ്ത്രീകൾക്കും അതേപോലെ തന്നെ മൈനോറിറ്റീസിനും കൂടി വേണ്ടിയിട്ടാണ്. ഫോർ എൽഡർലി, അങ്ങനെ എൽഡർലി എന്നൊന്നും സ്പെസിഫിക്കലി പറയുന്നില്ല. സോ ഓപ്ഷൻ സി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മൈനോറിറ്റീസ് ആൻഡ് വിമൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൾട്ടി കൾച്ചറലിസം? ഈ മൾട്ടി കൾച്ചറലിസം ആ പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി വിത്തിൻ എ ഗിവൻ സൊസൈറ്റി. ഒരു ഗിവൻ സൊസൈറ്റിയിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. ഇറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ മൈനോറിറ്റി ഗ്രൂപ്പ്സ് വരുന്നത്. ഇറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ പല പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരുന്നത്. ഇറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എത്നിക് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ എ സൊസൈറ്റി. എത്നിക് ആയിട്ടുള്ള, അതായത് റേസിൻ്റെ ബേസിസിലുള്ള മൈനോറിറ്റി വരുന്നത്. സോ എന്താണ്? മൾട്ടി കൾച്ചറലിസം ആണ്. സോ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. എന്താണ് മൾട്ടി കൾച്ചറലിസം? ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രസൻസ് ആൻഡ് co-existence of multiple cultural, ethnic and religious groups within a society. ഒരു സൊസൈറ്റിയിൽ പല കൾച്ചർ, പല എത്നിസിറ്റി, പല റിലീജിയൻ, അങ്ങനെ എല്ലാ രീതിയിൽ നിന്നും പല പല ആൾക്കാർ ഒരുമിച്ച് വരുന്നതിനാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ദി കീ ഐഡിയ ഈസ് ദാറ്റ് എ സൊസൈറ്റി അക്നോളജസ്, അക്സെപ്റ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പം അങ്ങനെയുള്ള മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തായിരിക്കും? അവർ എല്ലാ സൊസൈറ്റിയിൽ നിന്നും, എല്ലാ ഡൈവേഴ്സിറ്റിയിൽ നിന്നുമുള്ള, എല്ലാ കൾച്ചറിൽ നിന്നുമുള്ള ആൾക്കാരെ അക്നോളജ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദാറ്റ് അലോസ് ഡിഫറെൻറ്റ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ടു മെയിൻറ്റെയിൻ ദ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റീസ് while participating fully in the broader social, political and economic life of the country. Which one of the following feminist theories argue for working within the structure of mainstream society to integrate women into that structure? അപ്പം പല ടൈപ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. റാഡിക്കൽ ഫെമിനിസം ഉണ്ട്, ലിബറൽ ഫെമിനിസം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്, എക്കോ ഫെമിനിസം ഉണ്ട്. സോ ഇതിൽ ഏത് ഫെമിനിസമാണ് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾക്കും എന്ത് ചെയ്യാൻ പറ്റുക, മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ ഒരു പാർട്ടാകാൻ പറ്റുക എന്ന് പറയുന്നത്? ഇതിൽ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആ സ്ട്രക്ചറിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഫെമിനിസ്റ്റ് തിയറി ഏതാണ്? ഓപ്ഷൻ എ, ലിബറൽ ഫെമിനിസം ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം എന്താണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം? സോഷ്യലിസ്റ്റ് ഫെമിനിസം ലിങ്ക്സ് ദി ഓപ്പറേഷൻ ഓഫ് വിമൻ ടു ദി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക് സിസ്റ്റം, അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കോണമിക് റീസ്ട്രക്ചറിംഗ് ടു അഡ്രസ് ബോത്ത് ജെൻഡർ ആൻഡ് ക്ലാസ് ഇനിക്വാലിറ്റി. സോ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ഇനിക്വാലിറ്റിയുടെ ഒരു കേസ്, ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ എക്കോണമിക് ഇനിക്വാലിറ്റിയും കൂടിയാണ്. ആൻഡ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക് സിസ്റ്റം അതെന്ത് ചെയ്യണം, ഇല്ലാതാക്കണം എന്ന് പറയുന്നതിനെയാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസം പറയുന്നത് എന്താണ്? അടിമുടി സൊസൈറ്റിനെ മാറ്റേണ്ടി വരും. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് സൊസൈറ്റൽ സ്ട്രക്ചർ ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ പാട്രിയാർക്കി. ഭയങ്കര പാട്രിയാർക്കി ആയതുകൊണ്ട് തന്നെ
ഒരു ചെറിയ ചേഞ്ച് ഒന്നും പോരാ, മൊത്തത്തിൽ തന്നെ. അതാണ് റാഡിക്കലിന്റെ അർത്ഥം തന്നെ, ഭയങ്കര വാസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി എന്നുള്ളൊരു അർത്ഥമാണ്. ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് ഒത്തിരി വലിയ കാര്യം, അതൊക്കെയാണ് റാഡിക്കലിന്റെ അർത്ഥം. സോ അതിനാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. എക്കോ ഫെമിനിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ദേ കണക്ട് ദി ഓപ്പറേഷൻ ഓഫ് വിമൻ വിത്ത് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ എക്സ്പ്ലോയിറ്റേഷനും വിമനിന്റെ എക്സ്പ്ലോയിറ്റേഷനും കൂടി അവർ കണക്ട് ചെയ്യുകയാണ്. സോ അവർ ബോത്ത് എൻവയോൺമെന്റിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമുള്ള എംപവർമെന്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിനെ പറ്റിയിട്ടും സംസാരിക്കുന്നു. ദ എംഫസൈസ് ദി ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യൽ ജസ്റ്റിസ്, ജെൻഡർ ആൻഡ് എക്കോളജിക്കൽ കൺസേൺസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 kinds ഓഫ് ഫെമിനിസം. സോ ലിബറൽ ഫെമിനിസം എന്താ പറയുന്നത്? മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് നിന്നാൽ മാത്രമേ സ്ത്രീകൾക്കും എന്തുണ്ടാവുള്ളൂ, അവർക്ക് മെയിൻ സ്ട്രീം ആവാൻ പറ്റുള്ളൂ, അവർക്കും കുറച്ചും കൂടി എംപവർമെന്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതിനെയാണ് ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത്. Who among the following can be said to have discovered a method of making procedural justice an instrument of meeting the requirement of substantive justice? സോ സബ്സ്റ്റൻറ്റീവ് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊസീജിയറൽ ജസ്റ്റിസിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കാൻ പറ്റും എന്ന് പറയുന്നത് ആരാണ്? ബെർണാഡ് വില്യംസ്, ജോൺ റോൾസ്, റോബർട്ട് നോസിക്, ഡോർക്കിൻ. ഓപ്ഷൻ ബി, ജോൺ റോൾസ് ആണ് ഇതിന്റെ ഉത്തരം. പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്താ വെച്ചാൽ, റോൾസ് എംഫസൈസസ് ദാറ്റ് ജസ്റ്റിസ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബൈ ഫെയർ പ്രോസസ്സസ് where decision makers are not biased by personal circumstances or interests. അപ്പം ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പം അവരൊരു ഗ്രൂപ്പ് ഓഫ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആ ഡിസിഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആവാനും അവരുടെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്ന രീതിയിൽ അവരെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും, ബയസ്ഡ് ആയിട്ടായിരിക്കും ആ ഡിസിഷൻസ് ഉണ്ടാക്കുക. സോ വെയിൽ ഓഫ് ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു? ജോൺ റോൾസ് കൊണ്ടുവന്നു. സോ വെയിൽ ഓഫ് ഇഗ്നറൻസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നാളെ എണീക്കുമ്പോഴേക്കും നിങ്ങൾ ഏത് ക്ലാസ് ആണോ, ഏത് ജെൻഡർ ആണോ, നിങ്ങളുടെ ജോലി എന്താണ്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല. സോ ഇപ്പം നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ, നാളെ എണീക്കുമ്പോഴേക്കും യു വിൽ ഹാവ് നോ ഐഡിയ. ഒരു ഐഡിയ ഉണ്ടാവില്ല നിങ്ങൾ ഏത് ക്ലാസ്സിൽ ജനിക്കുന്നു, ഏത് സൊസൈറ്റിയിൽ ജനിക്കുന്നു, ഏത് രാജ്യത്ത് ജനിക്കുന്നു, അല്ലെങ്കിൽ ഏത് ജെൻഡറിൽ ജനിക്കുന്നു, ഏജിൽ ജനിക്കുന്നു, അങ്ങനെ ഒരു പിടിയും ഉണ്ടാവില്ല എന്ന് വെക്കുകയാണെങ്കിൽ. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവരെങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും? എങ്ങനെ ഉണ്ടാക്കും? വളരെ ജസ്റ്റ് ആയിരിക്കും. ബിക്കോസ് നാളെ അവർക്ക് അറിയില്ല അവരെവിടെ എണീക്കുന്നെന്ന്. സോ അവരെന്തായിരിക്കും, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉണ്ടാക്കുക. സോ ദാറ്റ് ഈസ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് that asks individuals to design a just society without knowing their position in that society, ensuring fairness and impartiality. So അവിടെ ഫെയർനെസ് ഉണ്ടാവും, ഇമ്പാർഷ്യാലിറ്റി ഉണ്ടാവും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. അപ്പം അതിനെയാണ് ഈ പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. Rawls' difference principle allows for inequalities in society only if they benefit the least advantaged members of society, ensuring that the outcomes of procedural justice promote substantive justice and fairness for all. So ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇനിക്വാലിറ്റി ഈസ് ഓൺലി ഓക്കെ ഇഫ് അത് ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ സെക്ഷനിലെ ഏറ്റവും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏറ്റവും മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ ആണ്. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ ഇനിക്വാലിറ്റി എപ്പം മാത്രമേ ഓക്കെ ആവുള്ളൂ? ആ ഇനിക്വാലിറ്റി കാരണം ബെനിഫിറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിലെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇനിക്വാലിറ്റി ഓക്കെ ആവുള്ളൂ എന്ന് പറയുന്നതിനാണ് ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൊസീജിയറൽ ജസ്റ്റിസ് ആ മെത്തേഡ്സ് എന്ത് പ്രൊസീജിയറിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെയിൽ ഓഫ് ഇഗ്നറൻസും ഡിഫറൻസ് പ്രിൻസിപ്പിളും പോലെയുള്ള പ്രൊസീജിയേഴ്സിൽ വേണം നമ്മുടെ സബ്സ്റ്റൻറ്റീവ് ജസ്റ്റിസിലേക്ക് എത്താനെന്നാണ് ജോൺ റോൾസ് പറഞ്ഞത്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി സിംബലൈസേഷൻ ഓഫ് ദി ഫോളോയിങ്. ലോജിക്കിൽ നമ്മുടെ ഇങ്ങനത്തെ സിമ്പിൾസ് ഉണ്ടാവുമല്ലോ, ഈ സിമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ 3 പ്രൊപ്പോസിഷൻസ് നോക്കാം. ഓൾ വിമൻ ആർ ബ്രേവ്, സം ഹ്യൂമൻസ് ആർ വിമൻ, therefore some human is brave. So all women are brave. All women are brave എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് മീൻസ് ദാറ്റ് എല്ലാ സ്ത്രീകളും ബ്രേവ് ആണ്. അതിൻ്റെ അർത്ഥം സ്ത്രീകളാണെങ്കിൽ അവർ ബ്രേവ് ആണ് എന്നല്ലേ. സോ അതിന് നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ബിക്കോസ് വിമൻ ആണെങ്കിൽ അവർ ബ്രേവ് ആയിരിക്കും എന്നല്ലേ ഓൾ വിമൻ ആർ ബ്രേവ് എന്നതിൻ്റെ അർത്ഥം. സോ W implies B. സം ഹ്യൂമൻസ് ആർ വിമൻ, ചില ആൾക്കാർ ചില ഹ്യൂമൻസ് വിമൻ ആണ്. സോ ദാറ്റ് ഈസ് എ കൺജങ്ഷൻ. രണ്ടും ഹ്യൂമൻസ് ആണ് വിമൻ ആണ് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സം ഹ്യൂമൻസ് ആർ വിമൻ, ഹ്യൂമൻസ് ആർ വിമൻ, സം ഹ്യൂമൻസ് ആർ വിമൻ. ഓക്കെ, therefore some human is brave. അതുകൊണ്ട് ചില ഹ്യൂമൻസ് എങ്ങനെയാണ് ബ്രേവ് ആണ്. അപ്പം അവിടെയും ഒരു കൺജങ്ഷൻ അല്ലേ വരുന്നത്, സം ഹ്യൂമൻ ഈസ് ബ്രേവ്. So W implies B, H and W, H and B.
ഇനി ഇവിടെ ഓൾ വിമൻ ആർ ബ്രേവ് ആണ്. സോ ദാറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സൽ എക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സം ഹ്യൂമൻസ് ആർ വിമൻ ആണ്. അവിടെ സം ആണ്, പർട്ടിക്കുലർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ എക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും therefore some human is brave ആണ്. സം ആയതുകൊണ്ട് പർട്ടിക്കുലർ ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഓക്കെ ആണോ? സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഗിവൺ ഓപ്ഷൻസിൽ എവിടെ വരുന്നത് നോക്കാം. x such that wx implies b of x, existential x such that h of x implies w of x. Therefore existential x, h of x and b of x or option. Okay, first option idana, option A, x such that wx implies b of x. For all cases of x, all women are brave. എല്ലാ സ്ത്രീകളും ബ്രേവ് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അടുത്ത എന്താ പറഞ്ഞത്? സം ഹ്യൂമൻസ് ആർ വിമൻ എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞു കൺജങ്ഷൻ ആയിരിക്കും വരിക. സം ഉള്ളതുകൊണ്ട് അവിടെ എക്സിസ്റ്റൻഷ്യൽ എക്സ് വരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് പറഞ്ഞത് അതുകൊണ്ട് സം ഹ്യൂമൻസ് ആർ ബ്രേവ് എന്നാണ്. അവിടെയും കൺജങ്ഷൻ വരുന്നു. സം ആയതുകൊണ്ട് ഇ എഫ് എക്സ് വരുന്നു. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് മേക്സ് ദ ക്ലെയിം ദാറ്റ് ഇറ്റ്സ് കൺക്ലൂഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ ഇറ്റ്സ് പ്രെമിസസ് കൺക്ലൂസീവ്ലി? എന്ത് കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് ആണെങ്കിലാണ് അതിൻ്റെ പ്രെമിസസ് കൺക്ലൂഷനെ കൺക്ലൂസീവ്ലി ക്ലെയിം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുക? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിലാണോ, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിലാണോ, ഹൈപ്പത്തറ്റിക്കൽ ആർഗ്യുമെന്റിലാണോ, അതോ ഇൻഡയറക്റ്റ് പ്രൂഫിലാണോ? ഏതിലാണ്? ഓപ്ഷൻ ബി, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ് കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് തരുന്നത്. In a deductive argument, the premises are intended to provide conclusive support for the conclusion. If the premises are true, then the conclusion must also be true. Deductive reasoning is about certainty, and a valid deductive argument guarantees that the conclusion follows necessarily from the premise. ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ പ്രെമിസസിൽ നിന്നും കൺക്ലൂഷനും എന്ത് തന്നെയായിരിക്കും? നെസസറിലി ഫോളോ ചെയ്യും. P implies Q, Q implies R, therefore P implies R. ഇത് ഇതിന്റെ ഇക്വേഷൻ ആണ്. P implies Q, Q implies R, therefore P implies R. ഇത് ഏതിൻ്റെയാണ്? ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസത്തിന്റെ ഇക്വേഷൻ ആണ്. മോഡേൺ സ്റ്റോളൻസ് ആണെങ്കിൽ എങ്ങനെ വരും? P implies Q, negation Q, therefore negation P എന്ന് വരും. മോഡസ് പോണൻസ് ആണെങ്കിൽ P implies Q, P therefore Q എന്ന് വരും. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം ആണെങ്കിൽ P or Q, negation P, therefore Q എന്ന് വരും. ഇതാണ് ഇതിൻ്റെയൊക്കെ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്ക്വയർ ഓഫ് opposition I being given as true, which one of the following can be inferred correctly? ഒരു സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ I ട്രൂ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്യാൻ പറ്റും? ആദ്യമേ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ വരയ്ക്കുക. A E I O. ഇതെന്താണ്? കോൺട്രഡിക്ടറി ആണ്. ഇത് രണ്ടും സബോൾട്ടേൺസ് ആണ്. ദിസ് ഇസ് കോൺട്രറി, ദിസ് ഇസ് സബ് കോൺട്രറി. ഇവിടെ ഐ ട്രൂ എന്ന് തന്നിട്ടുണ്ട്. ഐ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഈ ഫോൾസ് ആയിരിക്കും എന്നുള്ളതായിരിക്കും. ബിക്കോസ് ഇത് എപ്പോഴും ഒന്നിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ മറ്റേതിന്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. സോ ഇവിടെ ഈ ഫോൾസ് ആണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻഫർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സിയിൽ ഈ ഫോൾസ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അപ്പം ബാക്കി രണ്ടും കൂടി ശരിയാണല്ലോ നോക്കാം. എയും ഒയും അൺഡിറ്റർമൈൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഐ ട്രൂ ആണ്. ഐ ട്രൂ ആണെങ്കിൽ എയുടെയും ഒയുടെയും വാല്യൂ എങ്ങനെയായിരിക്കും? ഐ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം എ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഐ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. സോ അത് അൺഡിറ്റർമൈൻഡ് ആണ്. എ അൺഡിറ്റർമൈൻഡ് ആണ്.
ഈ ഫോൾസ് ആണ്. ഇനി ഓ, ഇതിനെ നമ്മൾ സബ് കോൺട്രറി എന്നാണ് പറയുന്നത്. സബ് കോൺട്രറിയിൽ ഈ ഐയും ഓയും രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം, ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആകാം. സോ രണ്ട് രീതിയിലും വരാം. ഇത് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതിന് ട്രൂവും ആകാം ഫോൾസും ആകാം, രണ്ട് വാല്യൂസും പോസിബിൾ ആണ്. സോ ഓയും എന്താണ്? അൺഡിറ്റർമൈൻഡ് ആണ്. സോ ഓപ്ഷൻ സി, എ ഈസ് ഫോൾസ്, എ ആൻഡ് ഒ ആർ അൺഡിറ്റർമൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോക്ട്രിൻ ഓഫ് ഡബിൾ എഫക്ട് മീൻസ്. ഡോക്ട്രിൻ ഓഫ് ഡബിൾ എഫക്ട് ഇതിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്? ഓപ്ഷൻ എ, പേഷ്യന്റ് ക്യാൻ ഡൈ അറ്റ് എനി ടൈം. ഓപ്ഷൻ ബി, സൂയിസൈഡ് ഈസ് അക്സെപ്റ്റബിൾ. ഓപ്ഷൻ സി ഈസ് ലെജിറ്റിമേറ്റ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ആക്റ്റീവ് യുത്തനേഷ്യ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. എന്താണ് ഡബിൾ എഫക്ട് എന്ന് നോക്കാം. ദി ഡോക്ട്രിൻ ഓഫ് ഡബിൾ എഫക്ട് ഈസ് എൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ used to justify actions that may have both a good and a bad effect. ചില കാര്യങ്ങൾക്ക് നല്ല എഫക്റ്റും കാണും ചീത്ത എഫക്റ്റും കാണും. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡബിൾ എഫക്ട്സ് എന്ന് പറയുന്നത്. ദി ഡോക്ട്രിൻ ആർഗ്യൂസ് ദാറ്റ് an action that leads to a harmful effect can be morally permissible if. നമ്മുടെ എഫക്റ്റ് മോശമാണെന്ന് അറിഞ്ഞാൽ പോലും ചില ആക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർമിറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആക്ഷൻ എങ്ങനെയായിരിക്കണം? മോറലി ഗുഡ് ഓർ ന്യൂട്രൽ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് മോറലി ഗുഡ് ഓർ ന്യൂട്രൽ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഹാർംഫുൾ എഫക്റ്റ് ഇന്റൻഡഡ് ആകാൻ പാടില്ല. മനഃപൂർവ്വം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോശമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല. ദ ഗുഡ് എഫക്റ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ആസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ദി ഹാർംഫുൾ എഫക്റ്റ്. ഈ ചെയ്യുന്ന നല്ല കാര്യം ചെയ്യുന്ന ഹാർംഫുൾ ആയിട്ട് വരുന്ന എഫക്റ്റും എന്തായിരിക്കണം? സിഗ്നിഫിക്കൻ്റ്, രണ്ടും ഒരേപോലെ ആയിരിക്കണം. രണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. ദർ ഈസ് നോ അതർ വേ ടു അച്ചീവ് ദ ഗുഡ് എഫക്ട് വിത്തൗട്ട് കോസിങ് ദ ഹാം. ആ ഹാം ഉണ്ടാക്കാനല്ലാതെ, ആ ഹാം ഉണ്ടാക്കുക വഴിയല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഗുഡ് എന്ന് പറയുന്ന എഫക്റ്റിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 4 കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റ് ഹാർംഫുൾ ആണെങ്കിലും ആ ആക്ടിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ആക്റ്റീവ് യുത്തനേഷ്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അഗെയിൻസ്റ്റ് ആയിട്ടല്ല, അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഡോക്ട്രിൻ ഈസ് ഓഫൺ ഇൻവോൾവ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മെഡിക്കൽ എത്തിക്സ്, particularly in situations involving end of life care such as euthanasia. മെഡിക്കൽ എത്തിക്സിൽ വരുന്ന ടേമാണ് ഡോക്ട്രിൻ ഓഫ് ഡബിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is concerned with the third order of philosophical knowledge? ഇതിൽ 3 ഓർഡർ ഓഫ് ഫിലോസഫി ഉണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഇതിൽ ഈ തേർഡ് ഓർഡർ വരുന്നത് ഏതാണ്? അപ്ലൈഡ് ഫിലോസഫി, എസ്തെറ്റിക്സ്, ഓണ്ടോളജി, എത്തിക്സ്. ഓപ്ഷൻ എ, അപ്ലൈഡ് ഫിലോസഫി ആണ് ഉത്തരം. സോ ഫിലോസഫി ഈസ് ട്രഡീഷണലി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ഓഫ് നോളജ്. ഫസ്റ്റ് ഓർഡർ ഫിലോസഫി ആണെങ്കിൽ അവിടെ എത്തിക്സ്, എസ്തെറ്റിക്സ്, ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി പോലെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും വരിക. നമ്മുടെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് എക്സിസ്റ്റൻസ്, മൊറാലിറ്റി, ബ്യൂട്ടി, നോളജ്, ഇതൊക്കെ ആയിരിക്കും അതിൽ പറയുന്നത്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഓർഡർ നോളജ് കിട്ടിയ മെത്തേഡ്സിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുക. It examines how we go about reasoning and forming arguments in philosophical discourse. It involves the study of the methods and logic used within the first order philosophical inquiry. മൂന്നാമത്തെ ഓർഡറിലാണെങ്കിലോ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റിഫ്ലെക്ടിങ് ഓൺ ദി വെരി നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ഫിലോസഫി ഇറ്റ്സെൽഫ്. ഫിലോസഫിയുടെ ഉപയോഗം എന്താണ്, ഫിലോസഫിയുടെ നേച്ചർ എന്താണ്, അങ്ങനെയുള്ള മെറ്റാ ഫിലോസഫിക്കൽ സ്റ്റഡി ആയിരിക്കും. അതിൽ എയിംസ്, ഫൗണ്ടേഷൻസ്, മെത്തേഡ്സ് ഓഫ് ഫിലോസഫി ആയിരിക്കും പറയുക. ആൻഡ് ദർ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് ഫിലോസഫി ആൻഡ് വാട്ട് റോൾ ഷുഡ് ഫിലോസഫി പ്ലേ ഇൻ ഹ്യൂമൻ ലൈഫ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അഡ്രസ് ചെയ്യുന്നത്. സോ അപ്ലൈഡ് ഫിലോസഫി ആണെങ്കിലും പറയുന്നത് എന്താണ്? ഫിലോസഫിയുടെ യൂസിനെ പറ്റിയിട്ടാണ്. നമ്മൾ മെഡിക്കൽ എത്തിക്സ്, മീഡിയ എത്തിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അപ്ലൈഡ് ഫിലോസഫിയും പറയുക. സോ ഓപ്ഷൻ എ അല്ലായിരുന്നോ? ഓപ്ഷൻ എ, അപ്ലൈഡ് ഫിലോസഫി ആണ് തേർഡ് ഓർഡർ ഫിലോസഫിയിൽ വരുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.